പശ്ചിമേഷ്യയിലെ യുദ്ധകാലത്ത് UAE സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് വളരെ വിശദമായ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിലെ പോസിറ്റീവും നെഗറ്റീവുമായ ഘടകങ്ങളെക്കുറിച്ചാണ് വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം UAE വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനിലാണ് ഈ യുദ്ധത്തിൽ സ്ഥിതി ചെയ്തത്. എന്നുവെച്ചാൽ ഇറാൻ്റെ സാമീപ്യം, അതോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളൊക്കെ UAEയെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റായി മാറ്റിയിരുന്നു. എന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ കൂടുതൽ അടുപ്പം ഇസ്രയേലിനോടുള്ളത് UAEക്കാണ് എന്ന തരത്തിലുള്ള ഒരു ചർച്ചയും നിലനിൽക്കുന്ന വേളയിലാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പോൾ UAEയുമായി ബന്ധപ്പെട്ട ചില സംഗതികളിൽ ചിലരൊക്കെയും UAE മണ്ടത്തരം കാണിച്ചു എന്ന് പറയുമ്പോഴും മണ്ടത്തരത്തിനപ്പുറത്ത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചതിലുണ്ടായ പാളിച്ചകൾ എന്ന് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളെ വിലയിരുത്താം. എന്നുവെച്ചാൽ ആ പ്രതിസന്ധി സമയത്തും UAE മറ്റ് ചില ബുദ്ധിപരമായ സംഗതികൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വളരെ ക്ലോസായി നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും. അതിൽ UAEക്ക് പാളിപ്പോയ കണക്കൂട്ടലുകളിൽ ഒന്ന് ഈ 2020 ഇസ്രയേലുമായി ഒപ്പുവെച്ച എബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടിയാണ്. എബ്രഹാം അക്കോർഡിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇബ്രാഹിം നബി എന്നും എബ്രഹാം എന്നും വിളിക്കുന്ന ആ ഒരു പാരമ്പര്യത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ക്രൈസ്തവരും ജൂതരും മുസ്ലിമും ഒക്കെ വഴിപിരിഞ്ഞു പോകുന്നത് എന്നൊരു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാവരും കൂടി യോജിക്കാനൊരു ഉടമ്പടി എന്നുള്ള രീതിയിൽ എബ്രഹാം അക്കോർഡ് ഉണ്ടാക്കിയത്. ആ അക്കോർഡിൽ ഒപ്പിട്ട രാജ്യങ്ങളിലൊന്ന് UAE ആയിരുന്നു. അവരത് ഒപ്പിടുമ്പോൾ അമേരിക്കയും ഇസ്രയേലുമായുള്ള ബന്ധത്തിലൂടെ ഈ രാജ്യത്തിന് കൈവരാവുന്ന പുരോഗതിയെക്കുറിച്ചാണ് അവർ ചിന്തിച്ചതെങ്കിലും ഈ യുദ്ധസമയത്ത് അത് പാളിപ്പോയ ഒരു തന്ത്രമായി മാറി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഈ വിഷയത്തിലുണ്ടായിരുന്ന ഒരു സംഗതി, ഈ വ്യോമാതിർത്തിയുടെ തന്ത്രപരമായ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് UAE യുദ്ധസമയത്ത് വേണ്ടത്ര മനസ്സിലാക്കിയിരുന്നില്ല എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്. കാരണം അതിലൊരു വലിയ പങ്ക് നിർവഹിച്ചിരുന്നത് ദുബായ് എയർപോർട്ട്, എമിറേറ്റ്സ് എയർലൈൻസ്, വിനോദസഞ്ചാരം എന്നിവയൊക്കെ ആശ്രയിച്ചാണ് UAEയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. ഈ യുദ്ധം കാരണം മിഡിൽ ഈസ്റ്റിലെ വ്യോമാതിർത്തി അടച്ചപ്പോൾ UAEയുടെ ടൂറിസം ലോജിസ്റ്റിക്സ് മേഖലകളെ അത് വളരെ ഗൗരവമാംവിധം ബാധിച്ചു എന്ന് മാത്രമല്ല, എണ്ണയേക്കാൾ മറ്റു പല മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന UAEയുടെ എക്കണോമിയിൽ വലിയ ഇമ്പാക്റ്റാണ് ഈ യുദ്ധമുണ്ടാക്കിയത്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ പാളിച്ച എന്ന് വേണമെങ്കിൽ പറയാം. മൂന്നാമതായി, സുരക്ഷാ കാര്യങ്ങളിലെ അമിതമായൊരു ആത്മവിശ്വാസം UAEക്ക് ഉണ്ടായിരുന്നു. കാരണം പല ആധുനികമായ ഉപകരണങ്ങളും തങ്ങളുടെ പക്കലുണ്ടെന്നും അതുകൊണ്ട് തങ്ങൾക്കൊരിക്കലും ഒരക്രമത്തിൽ വേണ്ടത്ര തിരിച്ചടിയോ അല്ലെങ്കിൽ പ്രതികരണമോ ഉണ്ടായാൽ തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റമൊക്കെ ഉപയോഗിച്ച് തടയാൻ കഴിയുമെന്നും ഒക്കെയുള്ള ഒരു ബോധ്യങ്ങളെ ആ കണക്കുകൂട്ടലുകൾ ഒരു പരിധിവരെ പിഴച്ചുപോയി എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ UAE മറ്റ് ചില ബുദ്ധിപരമായ കാര്യങ്ങൾ അവരുടെ ആസൂത്രണത്തിൽ ചെയ്തിരുന്നതാണ് അവർക്ക് കുറച്ചൊക്കെ ഗുണമായത്. ഒന്ന്, സൗദി അറേബ്യയെപ്പോലെ തന്നെ ഇവരൊരു യുദ്ധം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഒരു ബദൽ മാർഗം മുൻകൂട്ടി അവർ കണ്ടിരുന്നു. അതുകൊണ്ട് ഒമാൻ ഉൾക്കടലിലേക്ക് തുറക്കുന്ന ഫുജൈറ തുറമുഖത്തേക്ക് UAEക്ക് ഒരു എണ്ണ പൈപ്പ് ലൈൻ ഉണ്ടായിരുന്നു. ഹബ്ഷാൻ ഫുജൈറ പൈപ്പ് ലൈൻ എന്നാണ് ആ പൈപ്പ് ലൈനിൻ്റെ പേര്. ആ പൈപ്പ് ലൈൻ ഉള്ളതുകൊണ്ട് ഈ ഉപരോധമൊക്കെ ഹോർമിസ് കടലിടുക്കിലൊക്കെ നിലനിൽക്കുമ്പോഴും അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തങ്ങളുടെ എണ്ണയുടെ ഒരു ഭാഗം സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഖത്തറിനെ പോലെ ഒരു കനത്ത തിരിച്ചടി UAEക്ക് ഈ യുദ്ധസമയത്ത് ഉണ്ടാകാതിരുന്നത്. പിന്നെ വേറൊരു സംഗതി ഉണ്ടായിരുന്നത്, ഇസ്രയേലുമായി ബന്ധം ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴും അവരൊരിക്കലും ഈ പറയുന്ന ഇറാനുമായി അങ്ങ് പറ്റേ ബന്ധം മുറിക്കുകയോ എന്തെങ്കിലും തരത്തിൽ ഒരു കടുത്ത ഏറ്റുമുട്ടലിലേക്കുള്ള ഒരു നിലപാടും അവർ സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചടിച്ചപ്പോഴും ഇറാനും ജനവാസ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ബുർജ് ഖലീഫ പോലെയുള്ള പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കോ ഒന്നും ഇറാനും ആക്രമിച്ചില്ല. അത് അവർക്കിടയിൽ എപ്പോഴും മുറിഞ്ഞു പോകാതെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബന്ധത്തിൻ്റെ കൂടി ഫലമായിരുന്നു എന്നാണ് യുദ്ധം അവസാനിക്കുമ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ കണക്കുകൂട്ടലുകളിൽ പിഴയ്ക്കുകയും എന്നാൽ ചില ഘടകങ്ങൾ ഗുണകരമാകുകയും ചെയ്തു എന്നുള്ളതാണ് UAEയുടെ ഈ ജിയോ പൊളിറ്റിക്കൽ വാറിൽ ഒരു സ്ട്രാറ്റജിക് പൊസിഷനിങ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.